ഇന്നത്തെ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലടിക്കുന്നുള്ള കാരണമെന്ന് ചോദിച്ചാൽ ബൈബിളിലെ പ്രവചനമാണ്. അത് സംഭവിച്ചേ മതിയാവുള്ളൂ. അതങ്ങനെയാകാനേ സാധ്യതയുള്ളൂ. ഞങ്ങൾക്ക് പറയുവാനുള്ളത് 2025 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ തിന്മയിൽ നിന്ന് അവനെ നന്മയിലേക്ക് നയിക്കാൻ ഈ ലോകത്തിൽ വന്ന മിശിഹ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയൊരു അധ്യായം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാനസികമായി തളർന്നുപോയ വ്യക്തിയാണോ? നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത വ്യക്തിയാണോ? സമാധാനം നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണോ? അതിനെ തിരികെ തരുവാൻ എന്റെ യേശുവിന് കഴിയും. അവൻ ലോകത്തിന്റെ രക്ഷിതാവ്. അവനാണ് മനുഷ്യന്റെ പാപത്തിന് ചുവന്നൊഴിച്ച ദിവ്യ കുഞ്ഞാട്. അവനിൽ മാത്രമേ നിത്യരക്ഷ നൽകുന്നുള്ളൂ. അവന് മാത്രമേ നിത്യ സമാധാനം നൽകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ തലമുറ മദ്യത്തിനും പയക്കുമരുന്നിനും കള്ളനും കരിഞ്ചുവയായിരിക്കും ആമേൻ അടിമയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്ന മണ്ഡലമാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ നിൽക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നിട്ട് പറയാമോ, യേശുവേ, എന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്കൊരു മാറ്റം തരുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന ഒരു മതങ്ങൾക്കോ മതപുരോഹിതന്മാർക്കോ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയത്തില്ല. സമാധാന പുരുഷനാകുന്ന ക്രിസ്തുവിന് മാത്രമേ ഈ ലോകത്തിൽ സമാധാനം തരാൻ കഴിയുള്ളൂ. ഞങ്ങൾ ഈ ദേശത്ത് വന്ന് ഈ കാണുന്ന ഹല്ലേലൂയ ഈ സമൂഹത്തോട് പറയുവാനുള്ളത്, മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യേ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. അവന് ഒരു രൂപയുടെ ചിലവില്ല. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. ഞാൻ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. ഞാൻ പാപ സ്വഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. ഇതിനെനിക്കൊരു മാറ്റം തരണമേ യേശുവേ എന്ന് പറഞ്ഞാൽ നിന്റെ വിളി കേട്ടിട്ട് നിനക്ക് മാറ്റം തരാൻ വേണ്ടി യേശുവിന് കഴിയും. എല്ലാ മതപുരോഹിതങ്ങളും എല്ലാ മതപണ്ഡിതന്മാരും പറയുന്നത് മനുഷ്യൻ പാപത്തിലാ ജനിച്ചത്, പാപത്തിലാ ജീവിക്കുന്നത്. പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മിശിഹ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ താളലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഇവിടുത്തെ എല്ലാ മതസംഘങ്ങളും മത നേതാക്കന്മാരും ഇവിടെ തിന്മയുടെ മാർഗം കുത്തിവെക്കുമ്പോൾ, മതത്തിന്റെ അടിസ്ഥാനത്തിന്റെ വേരുകൾ കുത്തിവെക്കുമ്പോൾ, ഞങ്ങൾ മതമില്ലാത്ത ക്രിസ്തുവിനെ ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുകയാണ്. കാരണം യേശു ഒരു മതത്തിന്റെ നേതാവല്ല, ഒരു മതത്തിനെ സൃഷ്ടിച്ചവനല്ല. എല്ലാ മനുഷ്യരെയും നിത്യയിൽ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അവന്റെ നാമം ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ നാമമാണ്, ഏറ്റവും മഹത്തായ നാമമാണ്. ആ നാമത്തെ സ്വീകരിക്കുന്നവന് സമാധാനവും സന്തോഷവും നൽകാൻ യേശു കർത്താവിന് കഴിയും.